എൻ്റെ അള്ളാ, തളർന്നുപോയി. ഇനി കുറച്ച് ഇടങ്ങാൻ ഇരുന്നിട്ട് പോകാം. ഈ പിള്ളേർ ഇതെവിടെ പോയി കാണും? എവിടെ ഇരിക്ക? ആ, നല്ല പാറ ഇതാ, ഇവിടെ തന്നെ ഇരിക്കാം. നിന്റെ ഏന്റിയത് എവിടെ കുത്തിരിക്ക്? ഏന്റി കാണണ്ട, വേഗം തിരിഞ്ഞോട്. ഏന്റി ഇങ്ങനെ ഇവിടെ എത്തിയ നമ്മളെക്കാട്ടും മുന്നേ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. നമ്മളെത്തും മുന്നേ അവർ എത്തിക്കല്ലോ. എന്തായാലും ഏന്റി തളർന്നു പോയിക്ക് നമ്മളെ നോക്കി നടന്നിട്ട്. അത് തന്നെ. ഇതെന്താ പൊന്തി എന്താണ് കളിക്കുന്നത്? എന്താവോ ഞാനുണ്ടല്ലോ പൊന്തി പൊന്തി പോന്ന്. സംഭവം എന്താണോ? ഞാനിപ്പോ ആകാശത്തെത്തും തോന്നുന്നു. എന്താണോ പാറക്കല്ലിന് വട്ടായും തോന്നുന്നു. അല്ലോ ആളിറങ്ങാനുണ്ട് എന്നെ കേക്ക്. എന്താണോ ആന്ന് സംഭവം? ഓന്നോ പോത്താ? എന്റെ അല്ലോ പോത്തിന്റെ മേത്താ ഞാൻ ഇത്ര നേരം കുത്തിരുന്നേ. ആന്ന് വീടിന് ഓടിപ്പോയത്. ഇവിടെയും പോത്തുണ്ടേ എത്ര നേരം? എന്റെ അല്ലോ ഇത് പോത്തിന്റെ കാടാൻ തോന്നുന്നു. ഇവിടെ പോയി എനിക്കറിയില്ലടാ. ആ പോത്ത് എവിടത്തേക്കാ ഓടിച്ചതെന്ന്. എന്നാലും അതെവിടുന്ന ആ പോത്ത് വന്നത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അയ്യോ, നമ്മൾ എരിയാതെ രക്ഷപ്പെട്ടത് ആ പോത്തിന്റെ അടുത്ത് നിന്ന്. ആ പോത്ത് ഏന്റീന് എന്തെങ്കിലും ചെയ്തു കാണുമോ? എനിക്ക് പേടിയാകുന്നടാ. എനിക്കും പേടിയാകുന്നടാ. പോത്തിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? അതെടാ, അങ്ങനെ രണ്ട് പോത്ത് ഓടി വരുന്നു. അത് രണ്ടും പോത്തല്ല, ഒന്ന് നമ്മളെ ഏന്റിയാ. ഓടിക്കോ. എന്റെ അല്ലാ, എന്റെ സുലൈമാനിക്കാ, എന്റെ അല്ലാ, എന്റെ നട്ടെല്ലാം പൊട്ടിയും തോന്നുന്നു. വല്ലാത്തൊരു പോത്ത് തന്നെ അത്. ആ പോത്ത് എന്നെ കുത്തിയിട്ട് ഞാൻ കാക്ക പറക്കും പോലല്ലേ അങ്ങ് ആകാശത്തേക്ക് പറന്നു പോയത്. ആ പോത്തിന് എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഭാഗ്യം, രക്ഷപ്പെട്ട്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. ഇതെന്താ കളി കളിക്കുന്നേ? എന്റെ അല്ലോ, ഈ പിശാചിന്റെ മേത്തന്നെ ഞാൻ ഉള്ളത്. പോത്തെ, ഇനി വെറും പോത്തിന്റെ സ്വഭാവം കളിക്കല്ല പോത്തെ. എന്നെ ഒന്ന് താഴെയിറക്കിട്ട് ഞാരെ വേണമെങ്കിലും കുത്താൻ പോട്. എന്നാരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ അല്ലോ, മെല്ലെ കീഞ്ഞു നോക്കട്ടെ. എന്റെ അല്ലോ, ഇതെന്താ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നു? അല്ലോ, ഈ പോത്ത് തന്നെയും കൊണ്ട് പോന്ന്. ഇതെല്ലാം കൂടി കാട്ടുന്നു റോട്ടും വലത്തിയല്ലോ. എന്റെ പോത്ത എഞ്ഞടുത്തേക്ക് എന്നെയും കൊണ്ട് പോന്നത്. അല്ലോ, നാട്ടുകാരെ ഓടിവായ, ഈ പോത്തിപ്പ എന്നെ കൊല്ലുവേ. അങ്ങന്നത് വലിയ ലോറി വരുന്നു. ആ ലോറിയല്ല ഇപ്പൊ എന്നെ കുത്തും തോന്നുന്നു. എടാ പോത്ത, ഇഞ്ച ബ്രേക്ക് അടിയടാ. എടാ ബ്രേക്ക് പിടിക്കടാ പോത്തെ, ബ്രേക്ക് പിടിക്ക്. എന്റെ അല്ലോ, ഈ പോത്തേക്കാൾ എന്നെയും കൂട്ടി പോന്നത്. ഇത് ലോകം മൊത്തം ചുറ്റിയിട്ട് പിന്നെയും കാട്ടിൽ തന്നെ എത്തിയല്ലോ. എടാ പോത്ത, എനിക്ക് കണ്ണു കാണുന്നില്ലേ? മുന്നിലതാ വലിയ മരം. ഞാൻ പിന്നെ ഈ പോത്തിന്റെ പുറത്ത് തന്നെയാ വീണത്. എല്ലാ ഭാഗ്യം, രക്ഷപ്പെട്ട്. ആ പിശാച് പോത്തെടുത്ത് പോയി. എന്റെ നടുവെന്തൊരു വേദനയാ. ആ പോത്ത് വരുന്നതിന്റെ മുന്നേ തിരിച്ചു പോരലേക്ക് എന്നെ പോണോ? ഏന്റി, എന്റെ അല്ലോ, ആ പോത്ത് പിന്നെയും വന്ന്. ഏന്റി, ഇത് പോത്തല്ല. നിങ്ങളാ ഇത്? നിങ്ങൾ ഇത്ര നേരം എവിടെയാ പോയത്? ഇത്രയും സമയം ഇതെന്തെല്ലാം നടന്നത് നിങ്ങൾക്ക് തിരിഞ്ഞിക്കാ? ആ തിരിഞ്ഞിക്ക്. എന്ത് തിരിഞ്ഞിക്കുന്നേ? മുട്ട വാങ്ങാൻ ഞങ്ങളെ ബേക്ക് തന്നെ വന്ന ഏന്റി പോത്തിന്റെ കുത്തേറ്റിട്ട് മുട്ട പുളിസ പോലെ താഴെ വീണത് ഞങ്ങൾ കണ്ടിക്ക്. എന്ത് രസമായിരുന്നു നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു പോന്ന കാണാനി. അല്ല, നിങ്ങൾ വിമാനത്തിനെക്കാട്ടും മുകളിലെത്തിക്കാ? ആടാ, ഞാൻ വിമാനത്തിനെക്കാട്ടും മുകളിലെത്തിക്ക്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വിമാനത്തിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കുറച്ചേരം അവിടെ വിശ്രമിക്കുകയും ചെയ്തിട്ട് തിരിച്ചു വരുന്നതാ. എന്തേനോ ഓന്റെ ഒരു ഓവറാക്കി ചോദ്യങ്ങൾ. മുട്ട വാങ്ങാൻ പോയാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? അത് ഞങ്ങൾ ഒന്നും പറയണ്ട. എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സ്പീഡിൽ വേറെ റൂട്ടിലേക്ക് മാറിയത്? സോറി ആന്റി. അവന്റെ ഒരു സോറി. ആ സുലൈമാൻ നിന്റെ കൂടെ വന്നേരെ നിന്റെ സ്വഭാവം വൃത്തിയേടാക്കി. നിങ്ങളോട് ഞാൻ പല
പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല സൽമാൻ എന്നാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടികൂടി നിൽക്കുന്നതാണോ? നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട വഴി അറിയാമോ? ഇങ്ങോട്ടെങ്ങനെ വന്നത്? അതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പോട്. ആ, ഞങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകും. പക്ഷെ നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്നത്? പോത്തിന്റെ കൂടെ അല്ലേ, അതുകൊണ്ട് പോത്തിന്റെ കൂടെ തന്നെ അങ്ങ് തിരിച്ചു പോട്. വാടേക്രു, നമുക്ക് പോകാം. എന്താ ആന്റി? ആന്റി ഇനിയും കൂട്ടടാ, ആന്റിക്ക് പേടിയാകുന്നു. അതിന് ഞങ്ങൾക്കും അറിയില്ല ആന്റി വഴി. എന്നാലും വാ, നമുക്ക് പോയി നോക്കാം. എന്തല്ലോ, ഇതല്ലേ ഏതാ സ്ഥലോ? അല്ല, നിങ്ങൾ ആകാശത്തേക്ക് പറന്നു പോകുമ്പോ ഈ സ്ഥലം ഒന്നും കണ്ടിട്ടില്ലേ? അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഓ, ഒന്ന് നിർത്തോ നിങ്ങൾ രണ്ടുപേരുടെ അടികൂടൽ. എങ്ങനെയാ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് എത്താനുള്ള വഴിയെന്ന് നോക്ക്. ഇക്രു, നടന്നിട്ട് തളർന്നു പോയടാ. ഏന്റി, അവിടെ അതൊരു പാറ. കുറച്ചു സമയം അവിടെ ഇരുന്നോ. എന്റെ അല്ലോ, ഇനി ഞാൻ പാറയമ കുത്തിരിക്കൂല. ഇതുപോലെ നേരത്തെ ഞാനൊരു പാറയമേൽ കുത്തിരുന്നത് കൊണ്ടാ അങ്ങ് ആകാശത്തെല്ലാം പോയി തിരിച്ചിങ് വന്നത്. ഇനി നേരെ നടക്ക്, ഞാനെവിടെയും കുത്തിരിക്കുന്നില്ല. ഈ സാധനം എന്നെയും കൊണ്ടാ പോവും തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യൂ? ഇനി ഒന്നും ചെയ്യണ്ട, ഓടിക്കോ. ആ സുലൈമാൻ ഇത് എങ്ങോട്ടേക്ക് ഓടുന്നത്? സുലൈമാനെ, അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക് വാ. നിങ്ങളല്ല അങ്ങോട്ട് ഓടിയത്? ആടുന്ന് കിഞ്ഞാരം പറയാണ്ട് ഓടി പാടാ സുലൈമാനെ. ഓടിക്കോ. ഇനി എങ്ങനെയാ നമ്മൾ വീട്ടിൽ പോവുക? എനിക്കറിയാലോ എങ്ങനെയാ വീട്ടിൽ പോവുക എന്ന്. എനിക്ക് വന്ന വഴിയൊന്നും ഓർമ്മയില്ലേ? അതിന് ഞാൻ നടന്നിട്ട് വേണ്ടേ? ആ പോത്ത് കുത്തിയിട്ട് ആകാശത്തൂട്ട പറന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഈ പോത്ത് കുത്തിയപ്പോൾ നല്ല വേദനയുണ്ടോ? ഇല്ലടാ, ഭയങ്കര സുഖ. ഒന്നും കൂടി പോത്ത് കുത്തണ്ടീനും തോന്നുന്നു. ഓന്റെ ഓരോരോ ചോദ്യങ്ങൾ. അതെവിടുന്ന പോത്തുകാരനെ? പാത്തുവാ അല്ല, പോത്തുകാരനത്. അങ്ങോട്ടോക്ക്, ഓടിക്കോ. അയ്യോ, സോറി ആന്റി, സോറി. എല്ലാരും എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ കുത്തുന്നത്? ആന്റി സോറി, ആന്റി സോറി. ഒരു സോറി പറഞ്ഞാൽ എന്റെ വേദന പോകുവാ. എനിക്ക് കുത്തിട്ടുണ്ടെങ്കിൽ ഓടിക്കോ, പോത്തിങ്ങെത്തി. ആ പോത്ത് പോയി. നിന്റെ ആന്റി എവിടെ പോയി? അറിയില്ലടാ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോൾ പോത്ത് വീണ്ടും കുത്തിയിട്ട് വീട്ടിലേക്ക് അങ്ങ് പറന്നെത്തിക്കുണ്ടാകും. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പിന്നെ നിന്റെ ആന്റി എവിടെ പോയി? ആന്റിയും ഇല്ല, പോത്തും ഇല്ല, നമ്മൾ മാത്രം ബാക്കിയായി. ഇനി നമ്മളെങ്ങനെ വീട്ടിൽ പോകും? വാ, നമുക്ക് മുന്നോട്ട് നടന്നോക്കാം, എന്തെങ്കിലും വഴി കാണും. അല്ല, ഈ കാട്ടിലാരാ ഇങ്ങനെ അലക്കിയിട്ട് തുണിയൊക്കെ ഉണങ്ങാനിടുന്നത്? ചിലപ്പോൾ അതാരെങ്കിലും വെച്ച് മറന്നുപോയതായിരിക്കും. ആരും വെച്ച് മറന്നുപോയതല്ലടാ, ഇത് ഞാനാ നിങ്ങളെ ഏന്റി. ഏന്റിയാ? ഏന്റി എങ്ങനെ അങ്ങ് മരത്തുമലത്തിയത്? ആ പോത്തന്നെ കുത്തി തെറിപ്പിച്ചതാടാ. ഇങ്ങനെ അട്ടം നോക്കിക്കാണ്ട് എന്നൊന്ന് പിടിച്ച് തായർക്ക്. വവ്വാല് തൂങ്ങിക്കിടക്കും പോലെ ഞാൻ തൂങ്ങിക്കിടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ആ ഏന്റി, ഞങ്ങൾ വലിക്കുന്നുണ്ട്. എന്തൊരു നാറ്റോ! എന്റെ അല്ലോ, ആന്നാ മണക്കുന്നേ. എന്റെ അല്ലോ, എന്തൊരു നാറ്റോ! എന്റെ അല്ലോ, അയ്യാ, ആന്നാ മണത്തേ. അത് മണത്തിട്ടാ ഞാൻ ആ മരത്തുമ്പോ നിങ്ങൾ തെറിച്ചു വീണേ. എന്നാ നിങ്ങളെ മരത്തുമ്പോ ചെയ്യാൻ സഹായിച്ചത് ഞാനാ. ഈ ഞാനാണ് ആ മണം പരത്തിയത്. നീയാണോ അത് ചെയ്തത്? യെസ് യെസ്. ആഹാ, എന്നാ കൈതാ. ഇനി മേലാൽ ഇതുപോലത്തെ നാറ്റം പരത്തറ്. മനുഷ്യനിപ്പോൾ ചത്തുപോകുവേനു. ചപ്പാത്തിയാറ്റം പരത്തിയ പോലത്തെ അഭിമാനത്തോടെ അവൻ പറയുന്നത് ഓനാ പരത്തിയെന്ന്. നാറ്റം പരത്തും ചെയ്തി. എന്തൊരു നാറ്റമായിരുന്നു. നാറ്റക്കേസ്. ഹലോ, ഞാനുള്ളോണ്ട് നിങ്ങളിപ്പോ താഴേക്കിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാകുന്നു. വവ്വാല് തൂങ്ങി കിടക്കുമ്പോൾ മരക്കൊമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. മനുഷ്യന്മാരായാൽ കുറച്ചെങ്കിലും മനസാക്ഷി വേണം. തീരെ അറിവ് കാണിക്കാത്ത സാധനം.
ആടാ, നീ ഇങ്ങനെ മാറ്റം പറ്റിയെന്ന് ഞാൻ അറിവ് കാണിക്കാം. ഓ, നിങ്ങളൊന്ന് നിർത്തുമോ? കുറെ സമയമായല്ലോ. നിങ്ങൾ ഇവിടെ അടിയും കൂടി നിന്നോ, ഞാൻ പോകുന്ന. ഞാനുമുണ്ട്. ഞാൻ പോകുന്ന. ഇക്രു, എന്നെയും കൂട്ടടാ. ഞാനുമുണ്ട്, എന്നെയും കൂട്ട്. അടി കൂടുന്നാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരണ്ട. ഞാൻ അടി കൂടുന്നില്ലല്ലോ. ആ സുലൈമാനല്ലേ എല്ലാത്തിനും പ്രശ്നം. എന്താടാ ചെറുക്ക, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാനി എന്നാണ്. വലിയ കാര്യമായി പോയി. ഓ, പിന്നെയും തുടങ്ങി ഓരോന്ന്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ പോകുന്ന. എല്ലാരും പോയാ? ആടെ കടക്ക് ഞാനുണ്ട്. മമ്മി, എന്താ? മമ്മി കുറെ സമയമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നത്. എന്താ പറ്റിയേ? ഡി പിങ്കി, ആ സൽമാന്റെ ഉപ്പ വിളിച്ചിരുന്നു, അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട്. സമാധാനമായി. വേഗം വന്നൊന്ന് കൂട്ടിപ്പോട്ടെ. ഡി, അവനിവിടെ ഇല്ല. ഇല്ലേ? അവനിവിടെ പോയി? അവൻ മുട്ട വാങ്ങാൻ പോയിക്കാ. മുട്ട വാങ്ങാൻ അവനെയാണ് മമ്മി പറഞ്ഞയച്ചത്? അവൻ മാത്രമല്ല, ഇക്രുവും ആന്റിയും എല്ലാം ഉണ്ട്. എന്നാൽ അവൻ മുട്ടയും വാങ്ങിയിട്ട് വേഗം വരുമല്ലോ. അവരൊക്കെ രാവിലെ പോയതാ, ഇപ്പോൾ കുറേ സമയമായി. എന്താ തിരിച്ചു വരാത്തത്? എന്നാൽ മമ്മി ഒന്ന് പാത്തുത്താനെ വിളിച്ചു നോക്കിയോക്ക്, അവരെവിടെ എത്തിയോന്ന്. അത് നല്ലൊരു കാര്യമാണ്, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഡി, എന്താ പ്രശ്നം? അത് ആ ഇക്രു ആന്റിയും സൽമാനും കൂടെ മുട്ട വാങ്ങാൻ പോയിട്ട് ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ലാന്ന്. മമ്മി പാത്തുത്താനെ വിളിച്ചു നോക്കുന്നുണ്ട്, അവരെവിടെ എത്തിക്കോന്ന്. രാവിലെ അവർ പോകുന്നത് ഞാൻ കണ്ടിനി. ഇത്ര സമയമായിട്ടും എത്തിയിട്ടില്ലേ? അവരെവിടെ പോയി പിന്നെ? ഇനി എന്ത് ചെയ്യും? എന്താ മമ്മി പാത്തുത്ത പറഞ്ഞത്? അവർ അവിടെ ഇത്ര നേരമായിട്ടും എത്തിയിട്ടില്ലാന്ന്. പിന്നെ അവർ എവിടെ പോയി? ഇനി നമ്മൾ എവിടെയാ അന്വേഷിക്കാം മമ്മി? എനിക്കൊന്നും അറിയില്ല. ആ സൽമാന്റെ ഉപ്പ ഇനി വിളിച്ചാൽ ഞാൻ എന്ത് പറയും? മമ്മി, ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കട്ടെ. നിങ്ങൾ പോകുമോ? മമ്മി, ഞങ്ങൾ പോകാം. എന്നാ പോയിട്ട് വാ മക്കളെ. ഇതേതാ സ്ഥലോ? ബാക്കിയെല്ലാ സ്ഥലം നിങ്ങൾക്ക് അറിയാനാ? ഇല്ല. പിന്നെ ഇതിന് മാത്രം ചിന്നാലും ചോദിക്കണ? നിൽക്ക്. എന്താ അതെവിടുന്ന ഒരു വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നത്? ഞാനും കേട്ടിട്ടാ. വാ, നമുക്ക് നോക്കാം. ഒരു കടൽ. കടലല്ലട പൊത്ത, അത് പുഴയാ. എന്നാ വേഗം വാ, നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിക്കാം. ഹായ്, നല്ല വെള്ളം. നിങ്ങൾക്കൊന്നും വെള്ളം വേണ്ടേ? വേണം. എന്നാൽ നിറയെ കുടിച്ചോ. എത്രയാ വെള്ളം, ഒന്ന് നീന്തി കുളിക്കണ്ടീനു. അധികം തള്ളാൻ നിക്കണ്ടേന്റി, നിങ്ങൾക്ക് നീന്താൻ അറിയില്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ലെന്ന്? എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. എന്നാലൊന്ന് നീന്തി കാണിച്ചേ. ഇപ്പൊ ഞാൻ നീന്തുന്നില്ല, ഇപ്പോൾ സമയം കുറേ ആയി, നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഇനി എങ്ങനെ പറഞ്ഞോ? വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാനിതാ വെള്ളത്തിൽ കാലൊക്കെ കുത്തുന്നത് കണ്ടോ? ഈ കാല് കുത്തലും നീന്തലും തമ്മിലെന്നാ ബന്ധോ? ഫസ്റ്റ് കാലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ നീന്താ. എന്നാൽ കാല് കുത്തി കഴിഞ്ഞില്ലേ, ഇനി നീന്ത്. നീന്തെല്ലാം ചെയ്യാമായിരുന്നു, പക്ഷെ ഇത് കുറച്ചാ വെള്ളമുള്ളൂ, എനിക്ക് കുറേ വെള്ളം വേണം. ഞങ്ങൾ വിശ്വസിച്ചേണ്ടി. ഇനി വാ, നമുക്ക് വീട്ടിൽ പോകേണ്ട വഴി നോക്കാം. അക്കരെ നോക്ക്, ഒരു കുഞ്ഞു വീട്. അവിടെ നിന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു എങ്ങനെ വീട്ടിൽ പോവുക എന്ന്. പക്ഷെ എങ്ങനെ അക്കരെ കിടക്കുക? അങ്ങനത്തെ കുറച്ച് കല്ലുകൾ, അതിലൂടെ പോയി നോക്കാം. നമുക്ക് ഈ കല്ലിലൂടെ തുള്ളി തുള്ളി അപ്പുറം കിടക്കാം. നല്ല രസമുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കാൻ. രസമെല്ലാം ഉണ്ട്, പക്ഷെ എങ്കിൽ സൂക്ഷിച്ച് തുള്ളിക്കോ. വെള്ളത്തിൽ വീണാലേ മുങ്ങി മുങ്ങി ചത്തുമൊക്കെ ഉണ്ടാകൂ. നീയും സൂക്ഷിച്ചോ. മുതലയോ? അത് പോയി. ഇനിയെന്നാ നമ്മൾ ചെയ്യാ? അതാ പിന്നെയും വന്ന്.
ഇങ്ങ് വാ. എന്നോട് ഇങ്ങ് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പോയിക്കാ. സോറിടാ. ഇങ്ങ് വന്നാ കളിക്കുന്നേ. ആ മുതലേപ്പ നമ്മളെ പിടിച്ചു തിന്നു. എന്നാ നീ എവിടേക്ക്, ഞാൻ അവിടെ വരാം. ഇപ്പോൾ മുതലിനൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് വേഗം തുള്ളിത്തുള്ളി അപ്പുറം കിടക്കാം. വേഗം ഇങ്ങ് വാ. വേഗം തുള്ളു, വേഗം തുള്ളു. നമുക്ക് ആദ്യം ഈ കല്ലുമ്മ തുള്ളാം. നമുക്ക് ആദ്യം പാത്തുത്താന്റെ വീട്ടിലൊന്ന് അന്വേഷിക്കാം. ആ അത് തന്നെയാ നല്ലത്. എന്നിട്ട് അവിടെ നിന്ന് സൂര്യനെയും കൂട്ടാം നമുക്ക്. അവൾക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് അറിയുമായിരിക്കുമല്ലോ. സൂറാവിടെ? സൂറ അല്ല, ഇതാരാ? വാ വാ, വേഗം വാ. ഇതെന്താ നിങ്ങൾ ഇക്രുവിനെ കൂട്ടാണ്ട് വന്നത്? ഇക്രുവിനെ നോക്കിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ഇക്രുവിനെ നോക്കിട്ടോ? ഇക്രു ഇവിടെ ഇല്ലാലോ. അല്ല, നിങ്ങളിതപ്പാ വന്നേ? ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കുഞ്ഞാമി ഇക്രുവിൽ അങ്ങ് എത്തിക്കാ? ഇല്ല വാത്തൂത്ത, അവരങ്ങ് എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലേ? ഇവരിത് എവിടെ പോയി കുത്തിരിക്കുന്നുപ്പാ? അറിയില്ല. മുട്ട വാങ്ങിയിട്ട് നേരത്തെ തിരിച്ചെത്തേണ്ട സമയമായിക്കേ. ഇനിയിപ്പോ ഇത് എവിടെ അന്വേഷിക്കാനാ? സൂറ, നിനക്ക് ഇവിടെയുള്ള ഇടവഴികളൊക്കെ അറിയില്ലേ? നീ ഞങ്ങളെ കൂടെ വരുമോ ഒന്ന് അന്വേഷിക്കാൻ? ഉമ്മ, ഞാനും പോട്ടെ ഇവരുടെ കൂടെ. എന്നാ നിങ്ങൾ പോയൊന്ന് അന്വേഷിക്ക്. ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കട്ടെ. ഇവിടെയാണ് 2-3 വഴികളുള്ളത്. ഒന്ന് ഇങ്ങോട്ടോ, ഒന്ന് അങ്ങോട്ടോ. അപ്പോൾ നമ്മൾ ഏത് വഴിയിലൂട്ടിയാ പോയി നോക്കുക? നമുക്ക് ഈ വഴിയൊന്ന് പോയി നോക്കിയാലോ? അതാ നല്ലതെന്ന് തോന്നുന്നു. മറ്റേ വഴി കുറച്ച് റിസ്ക് ഉള്ള യാത്രയായിരിക്കും. അതെന്താ? ആ വഴിയിലൂടെ പോയാൽ പ്രേതത്തിന്റെ കാട്ടിലൊക്കെ എത്തുമെന്ന് പറയുന്നത് കേട്ടിനെ. അപ്പോൾ ഈ വഴിയിലൂടെയോ? ഈ വഴിയിലൂടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ വഴിയിലൂടെ പോയാൽ ഒരു പുഴ കാണും. ആ പുഴ കടക്കാതിരുന്നാൽ മതി. ആ പുഴ കടന്നാൽ എന്താ? ആ പുഴ കടന്നാൽ ആ കാണുന്ന പ്രേതത്തിന്റെ കാട്ടിലേക്ക് എത്തും. അവിടെ എത്തുവോ? അതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ പുഴ കടക്കാതിരുന്നാൽ മതി. നമുക്ക് ഇതിലൂടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരാം. നീ ഇതിലൂടെയൊക്കെ പോകാറുണ്ടോ? ഇപ്പോഴൊന്നും പോയിട്ടില്ല. ഉമ്മാൻ്റെ ഒടി പണ്ട് വിറകെടുക്കാൻ ഞാൻ ഈ കാട്ടിൽ വന്നക്ക്. നല്ല ഭംഗിയുള്ള കാടില്ലേ? അത് തന്നെ. ഈ കാട്ടിൽ സിംഹവും പുലിയൊക്കെ ഉണ്ടാകുമോ? ഇല്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഉമ്മ എന്നെയും കൂട്ടിയിട്ട് പണ്ട് വിറകെടുക്കാൻ ഇവിടെ വരുമോ? അത് ശരിയാ. ഇവിടെ വന്യജീവികളൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. സൂക്ഷിച്ചിട്ട് ചെയ്യണേ. നിറയെ പാറക്കല്ലുകളുണ്ട്. നമ്മൾ കുറേ സമയമായാലും ഇങ്ങനെ നടക്കുന്നു. അവരെ കണ്ടില്ലല്ലോ. അത് തന്നെ, അവരെ കണ്ടില്ലല്ലോ. ഇതിലൂടെ ഇനിയും കുറെ പോകുവാനുണ്ടോ? ഉണ്ട്. ഇതിലൂടെ ഇനി കുറച്ചും കൂടി പോയാൽ ആ പുഴ കാണും. ഇനി ചിലപ്പോൾ അവർ ആ പുഴ കടക്കുമോ? നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടി. അത് തന്നെ, അവർ ആ പുഴ കടക്കാതിരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് നടന്നു നോക്കിയാലോ? ഞാനൊന്ന് ഇക്രുവിനെ ഉറക്കെ വിളിക്കട്ടെ. ഇക്രു, ആൻഡി, ഇക്രു. അതാ ഇക്രുവിന്റെ സൗണ്ട് കേട്ടു. അത് ഇക്രുവിന്റെ സൗണ്ട് ഒന്നല്ല, ഏതോ ഒരു പശു കരഞ്ഞതാ. കാട്ടിലെങ്ങനെയാ പശു ഉണ്ടാവുക? എനിക്കറിയില്ല. എനിക്ക് പശുവിന്റെ സൗണ്ട് പോലെയാ തോന്നിയത്. അതാ പിന്നെയും പശു കരയുന്നു. അങ്ങനെ പശു കരയുന്നുണ്ട്. പശു കരയുന്നതിന് നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? പൊട്ടത്തി, പശുവിന്റെ കൂടെ പശുവിന്റെ ഉടമസ്ഥയും ഉണ്ടാകില്ലേ? ഏന്റി വിക്രു ഒക്കെ അതിലോട്ട് പോകുന്നത് കണ്ടുക്കോ, നമുക്ക് അവരോട് ചോദിച്ചൂടെ? അത് നല്ലൊരു ഐഡിയ. എന്നാ വാ നടക്ക്. അതെവിടുന്നാ പശു കരഞ്ഞത്? ഇവിടുന്ന് തന്നെ. അത് പശുവല്ല, പോത്താ, കാട്ടുപോത്ത്. എടാ, നീ ഫസ്റ്റ് തുള്ളുന്നോ? ഇല്ല, ആന്റി എന്നെ തുള്ളിക്കോ. നമുക്ക് ഒരുമിച്ച് തുള്ളടാ. എനക്ക് പേടിയാന്ന്. എനക്കും പേടിയാന്നുണ്ട്. വേഗം വാ, നമുക്ക് അപ്പുറം കിടക്കാം. വേഗം 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 തുള്ളു. ഈ കലിമ തുള്ളു. ഇക്രു, എന്റെ ബേക്ക് തന്നെ നീയും തുള്ളു. ഇനിതാ ഈ ചെറിയ കലിമ തുള്ളു.
ഞാനിതെന്തിന്റെ പുറത്താള്? അല്ലോ, ഇത് തന്നെ കൊണ്ട് പോന്ന്. ഇതിതാ ഡാൻസ് കളിക്കുന്നു. അല്ലോ, ഇതെന്തിനാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ബാക്കിയുള്ള മുതലേനെല്ലാം വിളിക്കുന്നതാന്ന് തോന്നുന്നു. ഇങ്ങനെ കരയല്ല ആന്റി, എനക്ക് പേടിയാന്ന്. കരയല്ല. മാണ്ടേക്രു ഇഞ്ഞി പോണ്ടടാ, ഞാൻ തന്നെ നിക്കടാ. എനക്ക് ഇവിടെ നനങ്ങാൻ പേടിയാന്ന്, എനക്ക് പേടിയാന്ന് മമ്മി. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. നിങ്ങൾക്കല്ല നീന്തറിയാന്ന് പറഞ്ഞത്, വേഗം നീന്തിട്ടിങ് വാ. അതല്ല, ഞാൻ വെറുതെ പറഞ്ഞത്, എനക്ക് നീന്തറിയില്ല. ആന്നാ എത്തി നോക്കുന്നത്? അത് വേറെ മുതല. ഈ മുതലെല്ലാം കൂടി എന്നെ ഇപ്പം തിന്നു. എന്റെ അല്ലാ, അതെവിടെ ആന്റി തെറിച്ചു പോയത്? നിന്റെ ആന്റി അങ്ങ് ഗൾഫിലാട്ടെത്തിന്ന് തോന്നുന്നു. എനക്ക് പേടിയാന്ന്. നീ അവിടെ നിൽക്കാണ്ട് വേഗം തുള്ളി തുള്ളി ഇപ്പുറം വാ. ആ മുതല പോയി, വേഗം വാ നീ. അത് പിന്നെയും വന്ന്. അത് നീ നോക്കണ്ട, വേഗം തുള്ളിയിട്ട് ഇപ്പുറം വാടാ. ഇല്ല, ഞാൻ അപ്പുറം വരില്ല. ഞാൻ ഇപ്പുറം തുള്ളി തുള്ളി പോന്നാ. നമുക്ക് ഓടിയാലോ? ഓടല്ല, ഓടിയാൽ അത് വേഗം തന്നെ ഓടൂ. പിന്നെ എന്താ ചെയ്യാ? അതിപ്പോ നമ്മളെ കുത്തു. നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞാനെന്താ ഇവിടെ? അപ്പൊ ഞാൻ വീട്ടിലെത്തിയാ? ഹായ്, വീട്ടിലെത്തി. നിങ്ങൾ വീട്ടിലെത്തിയതല്ല, ഞങ്ങൾ കാട്ടിലെത്തിയതാ. എന്തായാലും സമാധാനായി. ആ പുഴയിലെ മുതലേന്റെ അടുത്തുനിന്ന് ഞാനിങ് എത്തിയല്ലോ. രക്ഷപ്പെട്ട്. അല്ല, നിങ്ങളെ ബേക്കില് എന്റെ ബേക്കിൽ ആരും ഇല്ലേന്, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അതല്ല, നിങ്ങളെ ബേക്കിലെന്നാ? ബേക്കില് പോ. പൊടിയായിരിക്കുംല്ലേ? അല്ല, പോത്ത്. പോത്താ? ഓടിക്കോ. അയ്യോ, മുതലതുള്ളി. ഞാൻ പിന്നെയും ഇവിടെ തന്നെ എത്തിയാ? എന്റെ അല്ലോ, ഞാനെന്താ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ വീട്ടിലേക്ക് പറന്നുകൊണ്ട് തന്നെ വന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് പറന്നുകൊണ്ട് തന്നെ എത്തിയത്. ആരാ നിങ്ങൾ അങ്ങ് ഇങ്ങോട്ടേക്ക് പറപ്പിച്ചേ? അത് വേറെ ആരാ? ആ പോത്തന്നെ. എന്തായാലും സമാധാനമായി. ഈ വെള്ളത്തിലൊന്നെല്ലാലും വീണത്. അല്ല, വീട്ടിലെ മുതലെല്ലാം പോയി. അതാ മുതലാ വന്നിക്ക്. എന്റെ അല്ലോ, ഇത് പറയുമ്പോഴത്തേക്ക് ഇങ്ങെത്തിക്കാ. വേഗം ഈ കല്ലുമ്മ തുള്ളിയിട്ടിങ് വാ. ഇപ്പൊ സമാധാനമായി. അല്ല, ആ സുലൈമാൻ അപ്പുറം തന്നെയാണല്ലുള്ളത്. സുലൈമാനല്ല ആന്റി, സൽമാന്. ആന്റി, അവനവിടെ കാണുന്നില്ലല്ലോ. പറയുമ്പോൾ അവനവിടെ പോയി. സൽമാനെ, സൽമാനെ. അവനെ മുതല തിന്നോ? മുതല തിന്നാനാ? ആന്റി, അങ്ങനെയൊന്നും പറയല്ല. പിന്നെ എവിടെ പോയി അവൻ? അവനെ കാണുന്നില്ലല്ലോ. സുലൈമാനെ, സൽമാനെ. അവനെ നമ്മൾ ഇനി എവിടെ നിന്ന് അന്വേഷിക്കൂ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. നീ ഒന്ന് പോയി നോക്കി നോക്ക്, ഞാൻ ഇവിടെ എല്ലാം അന്വേഷിക്കാം. ഞാൻ പോവില്ല, നിങ്ങൾ എന്നെ പോട്. ഇവിടെ എല്ലാം അന്വേഷിക്കാനാ? ഓൻ അപ്പറല്ല ഉള്ളത്, എന്നാൽ അപ്പറല്ല അന്വേഷിക്കണ്ടേ? എന്നാ ഞാൻ അപ്പുറം പോയി അന്വേഷിക്കേ. ഞാൻ പോവില്ല എന്നല്ല നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഓൻ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. അപ്പൊ അതെങ്ങനെയാ അന്വേഷിക്ക? ഭാഗ്യം കൊണ്ടാ പോത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അതന്നെ, ഇപ്പൊ പോത്ത് കുത്തിയിട്ട് ഏന്റി പറഞ്ഞതുപോലെ തന്നെ നമ്മളും പറന്നങ്ങ് പോണ്ടി വരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യൂ? ഏന്റിനെ കണ്ടപ്പോൾ സന്തോഷമായിക്കാനു. ഏന്റി അങ്ങനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്ത്. അതന്നെ, ഇനി എങ്ങനെയാ സൽമാൻ ഇക്രു ഉള്ള സ്ഥലം കണ്ടുപിടിക്ക? എനിക്കറിയാം അവരെവിടെയാ ഉള്ളതെന്ന്. എവിടെയുള്ളത്? ആ പുഴയുടെ തീരത്ത് തന്നെ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിന്റെ ഏന്റി നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ?
ആ മുതലയുള്ള പുഴയിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടതാണെന്ന്? ആ, ഏന്റി അങ്ങനെ പറഞ്ഞിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇക്രുവും സൽമാനും ഒക്കെ അവിടെയാണുള്ളത്. അവരെ ആ പുഴ കടക്കാൻ വിടരുത്. അവർ പുഴ കടക്കും മുന്നേ നമ്മൾ അവിടെ എത്തണം. അയ്യോ, പുഴ കടന്നാൽ അവർ ആ പ്രേതത്തിന്റെ കാട്ടിലെത്തില്ലേ? എത്തും. അതിനു മുന്നേ നമ്മൾ അവിടെ എത്തണം. വേഗം വാ. നമ്മൾ ഇനി എന്ത് ചെയ്യും ഏന്റി? ഡാ, സൂറയും പിങ്കിയും ചക്കിയും എല്ലാം ഉണ്ടായിരുന്നു. എവിടെയാ അവർ ഉള്ളത്? എന്നെ നേരത്തെ ഒരു പോത്ത് കുത്തിയ ഒരു കാടില്ലേ, അവിടെ അവരുണ്ട്. അതെങ്ങനെയാ എനിക്ക് തീരുന്നത്? ഡാ പൊട്ട, എന്നെ ഇപ്പൊ ഒരു മുതല കുത്തി തെറിപ്പിച്ച് കണ്ടിക്കില്ലേ? ആ, കണ്ടിക്ക്. ആ മുതല എന്നെ കുത്തി തെറിപ്പിച്ചത് നേരത്തെ എന്നെ പോത്ത് കുത്തിയ കാട്ടിലേക്കാ. ആ കാട്ടിലുണ്ട് പിങ്കിയും ചക്കിയും സൂറയും എല്ലാം. എന്നാൽ നമുക്ക് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയാലോ? എന്റെ അല്ലോ, ആടെ പോത്തുണ്ട്. ഞാൻ വരുന്നില്ല, ഇങ്ങനെ പോട്. ആ പോത്ത് എന്നെ മാത്രമേ കൊത്തുള്ളൂ. ഏന്റി, ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സൽമാനെ കണ്ടുപിടിക്കണ്ടേ? വേഗം വാ, നമുക്ക് ആ കാട്ടിലേക്ക് പോകാം. ഞാൻ ശരിക്കും വരണോ? നീ പോയാ പോരെ? നിങ്ങൾക്ക് വന്നാൽ എന്താ കുഴപ്പോ? ആ പോത്തന്നെ പിന്നെയും കുത്തു. എന്നാ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ആ മുതല നിങ്ങളെ കടിച്ചു തിന്നട്ടെ. എന്റെ അല്ലോ, എന്നാ പോന്ന ഇനിയാ നല്ലത്. ആടെ നിക്കടക്കറു, ഞാനും ഉണ്ട്. ഹായ്, ഇതെത്തിരിയാ വെള്ളം? ഈ വെള്ളത്തിൽ നിറയെ മുതലയുണ്ട്. അവരിവിടെയൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു നോക്കാം. ചേച്ചി, ഇക്രു, നേരത്തെ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ നിങ്ങളെ നോക്കി വന്നതാ. സമാധാനമായി. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ പുഴയുടെ അക്കരെ കടന്നിട്ടുണ്ടാകുമെന്ന്. പുഴയുടെ അക്കരെ കടന്നാലെന്താ? അതോ, ആ പുഴയുടെ അക്കരെ പ്രേതത്തിന്റെ കാടാണ് പോലും. അല്ല, സൽമാൻ എവിടെ? എന്താ, സൽമാൻ എവിടെ? അവൻ ഈ പുഴ കടന്ന് അക്കരെ പോയി. അക്കരെ പോയോ? അത് പ്രേതത്തിന്റെ കാടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. വാ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പൊ സൽമാനോ? അതെനിക്കറിയില്ല. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചി, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. എന്നിട്ട് മമ്മിയോട് കാര്യങ്ങൾ പറയാം. മമ്മിയോട് കാര്യം പറഞ്ഞിട്ടെന്താ? മമ്മിക്ക് രക്ഷിക്കാൻ പറ്റുമോ? അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇക്രു. വാ, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം. എന്റെ അല്ലോ, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാ. ആ മുതലേ എന്നെ രക്ഷിച്ചത്. അല്ല, ഞാനും ആ പ്രേതത്തിന്റെ കാട്ടിലേക്ക് പോകുവേനു. ഇനി ഇവിടെ നിന്നിട്ട് സമയം കളയണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് വേഗം പോകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാരും പോട്. ഞാൻ പോരുന്നില്ല. അതെന്താ ഇക്രു നീ പോരാത്തത്? അവൻ എന്റെ ഫ്രണ്ടാ. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നത്. ഇപ്പോൾ അവനൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. നിങ്ങൾ പോട്, ഞാൻ വരുന്നില്ല. ഇക്രു, നീ വാശി പിടിക്കല്ല. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, അവനെ എനിക്ക് സഹായിക്കണം. അവൻ എന്റെ ഫ്രണ്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വാ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ പോരുന്നില്ല. നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോട്. ഇക്രുവിനെ എനിക്ക് സഹായിക്കണം. അവനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കില്ല. അവിടെ നിൽക്ക് പിങ്കി, ഞാനും കൂടെ വരാം. എന്നാ ഞാനും വരാം. എന്നാ ഞാനും വരുന്നില്ല. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോന്ന. അല്ലെങ്കിലും വേണ്ട. അങ്ങനെ പോത്തിന്റെ കുത്ത് കിട്ടിയിട്ട് പിന്നെയും തിരിച്ച് പറന്ന് ഇങ്ങോട്ടേക്ക് എന്നെ പോവും. അതിലും നല്ലത് ഇവരുടെ കൂടെ പോകുന്നതാ. നിക്ക്, ഞാനും ഉണ്ട്. ചേച്ചി, ഇതിലൂടെ പോയിട്ടാണ് ആ സൽമാൻ അക്കരെ എത്തിയത്. അവന് ഈ കാണുന്ന അക്കരയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കാണുന്നില്ല അവനെ അവിടെ. ആ മുതലേ ഞാൻ കാണുന്നില്ല. എന്നാൽ നമുക്കും ഈ കല്ലിലൂടെ തുള്ളി അക്കരെ കടന്നൂടെ? എന്റെ അമ്മോ, അത് വേണ്ട. ഈ പുഴയിൽ നിറച്ച് മുതലുണ്ട്. ഞാനില്ല ഇതിലോട്ട്, നിങ്ങൾ തന്നെ അങ്ങ് പോട്. ആ ചേച്ചി, ഈ പുഴയിൽ നിറയെ മുതലയുണ്ട്. ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. എന്നാൽ നടക്ക്, നമുക്ക് വേറെ വഴി നോക്കാം. കുറെ സമയമായല്ലോ നടക്കുന്നേ. അക്കരെ കടക്കാൻ ഒരു വഴിയും കണ്ടില്ലല്ലോ. എന്നാ നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ എന്നെ തിരിച്ചോട്, ഞങ്ങൾ ആരും വരുന്നില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ ആ സുലൈമാന ആ മുതല കുത്തി അങ്ങ് പറപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു വയ്ക്കില്ലേ, അതുപോലെ. നിങ്ങളൊന്നും മിണ്ടാണ്ട് നടക്കുവോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. അതന്നെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പോത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കുത്തിയിട്ട് ഓനിങ്ങെത്തേണ്ട സമയം നേരത്തെ ആയിക്ക്.
അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങളൊന്ന് ബായും പൂട്ടി നടക്ക്. ചേച്ചി, ദാ അങ്ങോട്ടൊരു പാലം, നമുക്ക് അതിലൂടെ അക്കരെ കിടക്കാം. ഈ പാലമോ? എവിടെ? ആ, അത് പാലമല്ലല്ലോ, അതൊരു മരമല്ലേ? ആ അതന്നെ, അത് മരത്തിനെ കൊണ്ടുള്ളൊരു പാലമാണ്. വാ, നമുക്ക് അതിലൂടെ കടന്നു നോക്കാം. ചേച്ചി, എന്നെ പിടിക്ക്, ഞാൻ മെല്ലെ ഇറങ്ങി നോക്കട്ടെ. എന്റെ അല്ലോ, എന്നെയും കൂട്ട്. ഹായ്, നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്കാൻ. മര്യാദയ്ക്ക് പിടിച്ചോ, അല്ലെങ്കിൽ കളി കാര്യമാകും. സമാധാനമായി ഒരു ഞാനിക്കരെത്തി. അങ്ങനെ ഇപ്പറ നമ്മൾ ഒരു കുഴപ്പവുമില്ലാതെ എത്തി. ഇനി നമ്മൾ എങ്ങോട്ടാ പോവുക ചേച്ചി? നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം. എന്റെ അല്ലോ, എന്നെ മുതല പിടിച്ച് നോക്കി നിൽക്കാണ്ട് എന്നെ പൊരിക്കി. നിങ്ങളെ മുതല പിടിച്ചതല്ല, നിങ്ങളെ ഡ്രസ്സാ കല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാ. അതേനു, ഞാൻ വിചാരിച്ച എന്നെ മുതല പിടിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിരുന്നാണ്. ഈ പാറക്കല്ലിന്റെ ഓരോരോ തമാശേ. ഹായ്, എന്ത് ഭംഗിയുള്ള സ്ഥലം. പ്രേതത്തിനൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ പ്രേതത്തിനെ കാണാൻ വന്നാ അല്ലെങ്കിൽ സൽമാനെ കണ്ടുപിടിക്കാൻ വന്നാ? അല്ല സൂറ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതന്നെ ഞാനും നോക്കുന്നേ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. എന്നാ നമുക്ക് തിരിച്ചു പോവാ? എന്നാ തിരിച്ചു പോണ്ട. ഡൈക്രോ, നീ സൽമാനെ ഒന്ന് ഉറക്കെ വിളിച്ചു നോക്കിയോക്ക്. ആ ചേച്ചി, ഞാൻ വിളിച്ചു നോക്കാം. സൽമാനേ, സൽമാനേ. ചേച്ചി, അവൻ ഇവിടെയൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു നോക്കിയാലോ? അതാ നല്ലത്, നമുക്ക് കുറച്ചും കൂടി നടന്നു നോക്കാം. നിങ്ങൾ ഇതെവിടത്തേക്കാ നടക്കുന്നത്? അവനെ ആ പ്രേതം തിന്നിട്ടുണ്ടാവില്ലേ? എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഓരോന്ന് വേണ്ടാത്തത് പറയല്ല. നിങ്ങൾ മിണ്ടാണ്ടത് നടക്ക്. ചേച്ചി, അങ്ങ് അവിടെ നോക്ക്, ഒരു കുഞ്ഞു വീട്. ആ, ഞാൻ കണ്ടു. അങ്ങ് അവിടെ ഒരു വീടുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കിയാലോ? അതാരുടെ വീടായിരിക്കും? അതറിയില്ല, നമുക്ക് പോയി നോക്കിയാലോ? അവിടെ പോകണ്ട. അതെന്താ? അത് കാണുമ്പോൾ ഒരു പ്രേതത്തിന്റെ വീട് പോലെയുണ്ട്. പ്രേതത്തിന്റെ വീടാ? എന്റെ കുഞ്ഞാമിത്ത, പ്രേതത്തിന്റെ വീടാണെന്നല്ല പറഞ്ഞത്, അതുപോലെ ഉണ്ട്. നിങ്ങൾ എനിക്ക് അരഞ്ഞ് ബഹളം വെക്കണ്ട. നമുക്കതിന്റെ പരിസരത്തൊക്കെ ഒന്ന് പോയി നോക്കാം. സൽമാൻ അവിടെയാറ്റം ഉണ്ടോ എന്ന് നോക്കാലോ? അതാ നല്ലത്. ആരും സൗണ്ട് ഉണ്ടാക്കണ്ട, മെല്ലെ നടക്ക്. നിങ്ങളോട് ഇനി അതാദ്യം പറയേണ്ടത്. നിങ്ങളാ വെറുതെ ഓരോന്ന് പറഞ്ഞ് ബഹളം വെക്കാന്. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നോക്കാം. നോക്ക്, ഈ വീടിന്റെ പുറകു വശത്തുള്ള ഡോറ് തുറന്നിട്ടാണുള്ളത്. അതിനൊന്നും എത്ര വലിയ കാര്യോ? എന്റെ കുഞ്ഞാമിത്ത, ആ സൽമാനെ കിട്ടുന്നവരെ നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിൽക്ക്. നമുക്ക് ആ വീട്ടിൽ കയറി നോക്കിയാലോ? നോക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് സൽമാൻ ഉറക്കെ വിളിച്ചാലോ? ആ, ഞാൻ വിളിക്കാം. സൽമാനേ, സൽമാനേ. അവനിവിടെ ഇല്ലാന്നാ തോന്നുന്നത്. എന്തായാലും സാരമില്ല, നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. അല്ല സൂറ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ കുഞ്ഞാമിത്ത? അല്ല, ഈ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ച് വെക്കണ? എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇങ്ങനത്തെ ഓരോരോ സംശയം കൊണ്ട് വരല്ല. ഇതല്ലൊരു സംശയ, ഇതല്ലൊരു മര്യാദ അല്ലേ? വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് വെച്ച് വെക്കണ്ടേ? എന്നാ നിങ്ങൾ ചെരുപ്പും കഴിച്ചേച്ച് ഉള്ളിൽ കയറിയിട്ട് ചായം കുടിച്ചിട്ട് ഇങ്ങ് പോരി. ഇവലോടൊന്നും ഒരു സംശയം ചോദിക്കാൻ പറ്റൂല. പറഞ്ഞോയേ, അത് വവ്വാലുകൾ. മനുഷ്യൻ പേടിച്ച് ബെറിച്ചു പോയി. അല്ല, നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ട് ഉള്ളിൽ കയറേണ്ട ആവശ്യമുണ്ടോ? പിന്നെ സൽമാനെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഇത്രേ ആളോനെ കണ്ടുപിടിക്കുന്നതിൽ നല്ലത് ഓനിക്ക് നമ്മളെ കണ്ടുപിടിക്കുന്നല്ലേ? എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഈ സമയത്തൊന്നും ഓരോരോ ചളി പറയല്ല. എല്ലാവരും സൗണ്ട് എടുക്കാണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി. അല്ല, ഇതെന്ത് വീട്? അതന്നെ, പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഇതിന്റെ ഉള്ളിൽ. അല്ല, ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. അതെന്താ, നിങ്ങൾ ആരെങ്കിലും ഉണ്ട് എന്നെ? അതല്ല, ഈ വീട്ടിലുള്ള ആരെയും കാണുന്നില്ലല്ലോന്ന്. അതാരാ അങ്ങുള്ളത്?
അതന്നെ അതാ അങ്ങ് നിക്കുന്ന്. ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നുണ്ടല്ലോ, അതാ അങ്ങ് നിക്കുന്നുണ്ട്. രക്ഷപ്പെട്ട്. ഞാൻ മാത്രം പ്രേതത്തിനെ കാണുന്നില്ല. നിങ്ങളെല്ലാം കണ്ട് പേടിച്ചു നിന്നോ കേട്ടാ. എന്റെ കുഞ്ഞാമിത്ത, അങ്ങോട്ട് അട്ടം നോക്കിയാൽ നിങ്ങളൊന്നും കാണൂല. ഇങ്ങോട്ട് നേരെ നോക്ക്. എന്റെ അല്ലോ, സാധനം ഞാൻ കണ്ട് ആ പ്രേതത്തിനെ ഞാൻ കണ്ട്. ചേച്ചി, എനിക്ക് പേടിയാകുന്നു. വീട് പോയി ആ സാധനം. അതന്നെ, അതെവിടെയാ പോയത്? ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കുമോ? തോന്നാനാ? അങ്ങനെ എല്ലാവർക്കും ഒപ്പരും തോന്നുമോ? തോന്നൂലല്ലേ. വാ, നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. അല്ല മക്കളെ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? നമ്മൾ എല്ലാരും ഒരുമിച്ച് ഈ വീട് മുഴുവൻ നോക്കി നടന്നിട്ട് കാര്യമില്ല. രണ്ടുപേർ ഇങ്ങോട്ടും രണ്ടുപേർ അങ്ങോട്ടും പോകുന്നതാണ് നല്ലത്. അപ്പോ ഒരാൾ ബാക്കിയായിരിക്കില്ലേ? ആ, ബാക്കിയായിരിക്കും. ആ ബാക്കിയായ ഒരാളാണ് ഞാൻ. നിങ്ങൾ നാലാളും കൂടിയിട്ട് ആ സുലൈമാനെ നോക്കിയടക്ക്. ഞാൻ ഇവിടെ എങ്ങാനും കുത്തിരുന്നോളാം. ആഹാ, അത് പറ്റൂല. അങ്ങനെ നിങ്ങൾ മാത്രം സൂഹിക്കണ്ട. നിങ്ങളും ബാ. ഞാൻ വരുന്നില്ല. അങ്ങനെ പ്രേതനെ പിടിച്ചു നിന്നണ്ട. നിങ്ങൾ പോയി അവനെ കണ്ടുപിടിക്ക്. ആഹാ, നിങ്ങൾക്ക് വന്നാലെന്താ? അവൻ എന്റെ ഫ്രണ്ട് അല്ലല്ലോ, നിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പോൾ നീ പോയി കണ്ടുപിടിക്ക്. എന്നാ നിങ്ങൾ ഇവിടെ തന്നെ എന്നാ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെയാ പ്രേതം വന്നിട്ട് പിടിച്ചു തിന്നാന്. ഞാൻ പറ്റിച്ചതാ. ഞാൻ നിങ്ങളെ കൂടെ വരുന്നുണ്ട്. അതിന് നിങ്ങളെ ഞങ്ങൾ കൂട്ടുന്നില്ല. അവിടെ തന്നെ നിന്നോ. എടാ, ഞാനും പോയിരുന്നേ. ഓ, ഇനി തർക്കം വേണ്ട. ഞാനും പിങ്കിയും ഇതിലൂടെ പോയി നോക്കാം. നിങ്ങൾ 3 പേരും അതിലൂടെ പോയി നോക്ക്. എന്തൊരു വലിയ കൊട്ടാരമാണല്ലേ. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. ആരാ പുറത്തുനിന്ന്? ആരും പുറത്തുനിന്നല്ല, വീട്ടിന്റെ പുറത്തുനിന്ന്. നമുക്കൊന്ന് ഈ സ്റ്റെപ്പ് കയറി നോക്കിയാലോ? ആ, കയറി നോക്കാം. ആ സൽമാൻ എവിടെ പോയി കാണും? ആ സൽമാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവൻ എവിടെയായിരിക്കും പോയത്? എന്നല്ല, ഞാൻ മര്യാദക്ക് പാടിത്തരാം. ഹലനെ കണ്ടാലേ ഹലലേ ആലില. ഹലോ മറക്കളില്ല. എന്ത്, നിങ്ങളെന്താ ഇവിടുന്ന് കളിക്കുന്നേ? പിന്നെ ആ രൂപം വന്ന്. ഏത് രൂപ? രൂപയല്ല, രൂപം. ഇനിയും നമ്മൾ ആക്കാം. നമുക്ക് തിരിഞ്ഞ് ഓടിയാലോ? അതും വേഗം തന്നെ ഓടുവാ. എന്റെ അല്ലോ, ആണ് സാധനം. ചക്കി, ആന്ന് ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്. ആ, ഞാനും കേട്ടക്ക്. ഇക്രൂനി എലീനൊന്നും കാണുന്നില്ലല്ലോ. അവരേത് വഴിക്കാ പോയത്? അതിനെ ഞാനും ആലോചിക്കുന്നത്. ഇനി എങ്ങനെ അവരെ കണ്ടുപിടിക്കും? ചക്കി, വാ, നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ചക്കി, ആ രൂപം പിന്നെ വന്ന്. ഞാൻ കണ്ടിക്ക്. അപ്പോ ഇത് നമ്മുടെ ആന്റീനെയോ സൂറാനി ഇക്രൂനൊക്കെ കൊന്നിട്ടുണ്ടാകുമോ? അപ്പോഴുള്ള സൗണ്ട് ആയിരിക്കുമോ നമ്മൾ കേട്ടത്? നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ, എനിക്ക് പേടിയാകുന്നു.